പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നതുകൊണ്ട് കക്കാട്ടാറിന്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന അറിയിപ്പ് വന്നിരിക്കുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ ഒരു ഷട്ടർ 5 സെന്റിമീറ്ററാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഒരു സാഹചര്യത്തിലും നദിയിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ ഉയർത്തിയത് എപ്പോഴാണ്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പറയൂ. ഒരു ഷട്ടർ 5 സെന്റിമീറ്റർ നിലവിൽ തുറന്നിരിക്കുന്നത്. ഈ ഷട്ടർ തുറന്ന ഒരു സാഹചര്യത്തിൽ കക്കാട്ടാറിന്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും നദിയിൽ ഇറങ്ങരുത്. ഇന്ന് വൈകിട്ട് 8 മണി വരെയുള്ള കണക്കനുസരിച്ച് നദിയിൽ 190.02 മീറ്റർ ആണ് ഡാമിലെ ജലനിരപ്പ്. പരമാവധി ജലനിരപ്പ് 192 അതുകൊണ്ട് തന്നെ ഡാമിൽ നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കൂടിയാൽ, വനത്തിൽ ഉൾപ്പെടെ മഴ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഈ മൂഴിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ആനമുഴി, സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കക്കാട്ടാറിന്റെ തീരപ്രദേശങ്ങളിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം, നദികൾ ഇറങ്ങുന്നത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്നൊരു നിർദ്ദേശം ഭരണകൂടം നൽകിയിരുന്നു. ജാഗ്രത പുലർത്തണം നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഡാമിന്റെ ഷട്ടറുകൾ വൈകിട്ടോടുകൂടിയാണ് തുറന്നത്. മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. 3 ഷട്ടറുകളാണ് ഈ ഡാമിന് ആകെയുള്ളത്. അതിൽ ഒരു ഷട്ടറാണ് ഇപ്പോൾ നിലവിൽ 5 സെന്റിമീറ്റർ തുറന്നു വെച്ചിരിക്കുന്നത്. മറ്റു 2 ഷട്ടറുകൾ കൂടിയുണ്ട് ഡാമിന്. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറിലും ഒപ്പം പമ്പാ നദിയിലും ജലനിരപ്പ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിൽ ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. കൂടുതൽ മലയോര മേഖലകളിലാണ് മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ മരം വീണും KCBയുടെ പോസ്റ്റുകൾ തകർന്നും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ഇപ്പോഴും ഇല്ല എന്നൊരു അവസ്ഥയാണുള്ളത്. KCB പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും മലയോര മേഖലയായതിനാൽ തന്നെ ഈ വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിക്കാൻ വലിയ തോതിലുള്ള പെടാപ്പാടാണ് KCB ഉദ്യോഗസ്ഥർ ഇതാവുന്നത്. ഇന്ന് രാവിലെ ഉൾപ്പെടെ ജനങ്ങൾ പല KCB ഓഫീസുകളിലും വലിയ പ്രതിഷേധമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ജില്ലയിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ്. വി ജയശങ്കറാണ് വിവരം നൽകിയത്. എന്തായാലും മൂഴിയാറിന്റെ ഷട്ടർ 5 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് ഇരുകരകളും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നാണ് ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കക്കാട്ടാറിൻ്റെ ഇരുകരകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നത്.